ഹായ് ഗായ്സ്, അങ്ങനെ 2 വെബ് സീരീസ് ഞാൻ കണ്ടിരുന്നു. ഒന്ന് കേരള ക്രൈം ഫയൽ സീസൺ 2. ഞാനതും വയ്യ പറയണേ, പക്ഷേ ഞാൻ ഈ അടുത്തൊക്കെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു വെബ് സീരീസിനെ കുറിച്ച് പക്ക കിട്ടിയിരുന്നെങ്കിൽ ഫസ്റ്റിനേക്കാളും സെക്കൻഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതായത് ഫസ്റ്റ് മോശമൊന്നുമല്ല, പക്ഷേ ഫസ്റ്റിനേക്കാൾ നമ്മൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കില്ലല്ലോ. ഇത് ഫസ്റ്റിനേക്കാളും ഭയങ്കര കിടിലൻ സാധനം. ആ ഒരു തുടക്കം തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. എന്നാലും ഇങ്ങനെ പോവാണ്, പോയി എൻ്റെ ദൈവമേ, പോയി എന്തോ എനിക്ക് മനസ്സിലായി, അവരെന്തോ ഉദ്ദേശിക്കുന്നുണ്ട്. മെയിനായിട്ട് വന്നു ലാസ്റ്റിലേക്ക് ആകുമ്പില്ലേ ഭയങ്കര ഹാപ്പി. അത് നല്ല കിടിലൻ സാധനം. ഒരു ആ റൈറ്ററൊക്കെ ഇല്ലേ, ഒരു രക്ഷയില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഓരോ സീസണിലും ഇങ്ങനെ ഓരോ സ്റ്റോറിയാണെങ്കിൽ വളരെ സന്തോഷം. ഇതിൻ്റെ സീസൺ 3 ഇറങ്ങുകയാണെങ്കിൽ ഞാൻ പോയി എന്തായാലും കാണും. കിടിലൻ സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പിന്നെ അജു വർഗീസിനെ കാണുമ്പോഴേ ഒരു പവർ തോന്നിക്കണം. അതായത് ചിലപ്പോൾ നമുക്ക് തോന്നിക്കാറില്ല ഈ ചെറിയൊരു ഇവരൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് ഒരു ക്യാരക്ടറിനെ കാണുമ്പോൾ നമുക്കൊരു പവർ തോന്നിക്കും. അതായത് നമുക്ക് പറയില്ല, ഇപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ, പൃഥ്വിരാജൊക്കെ വരുമ്പോൾ നമുക്ക് ചെറിയ റോള് വരുമ്പോൾ നമുക്കൊരു പവർ തോന്നിക്കില്ല. ആ ഒരു ഫീല് അജു വർഗീസിന് തോന്നിക്കും. അതായത് ഈ ഒരു വെബ് സീരീസിൽ. പിന്നെ ഇതിൽ മെയിനായിട്ടൊരു നായകൻ്റെ അഭിനയിച്ച ക്യാരക്ടർ, ഒരു നായകൻ പുള്ളി നല്ല മെനയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടാണ് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെ ഓരോ കഥാപാത്രങ്ങൾ എനിക്ക് ലാലൊക്കെ ലാല് നമുക്കറിയാം, ഫസ്റ്റിലേ ഉള്ള ലാൽ ഇത് ഇതിൻ്റെ സീസൺ ഫസ്റ്റിലുള്ളത് പോലെ തന്നെ. അതായത് പുള്ളി ഇടയ്ക്ക് പറഞ്ഞ ചില തെറികളൊക്കെ ഉണ്ട്. അതൊക്കെ കേൾക്കാൻ നല്ല രസമാണ് ശരിക്കും പറഞ്ഞാൽ. വില്ലൻ കിട്ടില്ലുണ്ടോ. അതായത് അങ്ങേരൊക്കെ ശരിക്കും ഇത്ര നാളെ സിനിമയായിട്ട് ഇപ്പോഴും നല്ല രീതിയിൽ നിന്ന് ഉപയോഗിച്ചതെന്ന് ഞാൻ കണ്ടു. ഇതിനകത്ത് മെയിനായിട്ട് കാരണം ഒരു പട്ടികളുടെ ഒരു ഇതുണ്ട്. എൻ്റെ ദൈവമേ, അത് ഇപ്പം മിക്കവരും പറയും മൃഗസ്നേഹികൾക്ക് തന്നെ കൂടുതൽ പിടിക്കുള്ളൂ. അങ്ങനെയല്ലടേ, മൃഗസ്നേഹികൾ മാത്രമല്ല, ഒരു മനുഷ്യൻ എന്ന നിലയിൽ. അതായത് സിനിമ കണ്ട് ആസ്റ്റ് ഫീലാവണ ആൾക്കാരിൽ ഇത് ഫീലാവണ ഒരു സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ. നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ക വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. എന്തായാലും എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് തോന്നണേ. എന്നാലും വെറുതെ ഞാൻ എന്തായാലും കണ്ട് ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായമായിട്ട്. കാരണം നല്ലത് തോന്നാൻ എന്തായാലും പറയും. ഇത്രയും നാൾ കുറേയൊക്കെ നല്ലൊരു സാധനം കിട്ടിയിട്ട് കുറേ നാളെ. ഇനി അടുത്ത് ഞാൻ പറയാൻ പോണത് മാർവലിൻ്റെ ഈ അടുത്തിറങ്ങിയ ഒരു വെബ് സീരീസാണ്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഇറങ്ങിയേക്കണേ, അയൺ ഹാർട്ട്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതും അതെ, എനിക്കൊരു ഒരു സീസൺ 4 അങ്ങോട്ട് എപ്പിസോഡ് അങ്ങോട്ട് ഇറങ്ങിയുള്ളൂ. ഞാൻ മറന്നു, ഇത് ഇറങ്ങിയിട്ടുള്ളൂ. നല്ലതാണ്. അതായത് ഇത്രയും നാൾ മാർവലിലെ കുറേ ഇതൊക്കെ ഇറങ്ങില്ലേ, അതായത് ലേഡീസ് സൂപ്പർ ഹീറോസൊക്കെ ആയിട്ട്, അതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ നല്ലത് സത്യമായിട്ടും അതായത് എനിക്ക് തുടക്കം തുടങ്ങി ഒരു കഴിയണ വരെ നല്ലതായിരുന്നു. അത് എനിക്ക് നല്ല ഇൻട്രസ്റ്റോടെ നിർത്തി വെച്ചാണ്. ഇനി അതിൻ്റെ എപ്പിസോഡ് 5 6 ഒക്കെ ഇറങ്ങാൻ കിടക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അലമ്പാക്കുകയോ അല്ലെങ്കിൽ ഓവറാക്കുകയോ മറ്റേ ഇതൊക്കെയില്ലേ മിസ് മാർവൽ, അതൊക്കെ ആയിട്ട് പേര് കേൾക്കുമ്പോൾ തന്നെ കലി കയറും. അതൊക്കെ എന്തൊരു വെറുപ്പിക്കലാന്ന് പറയാം സാധനമൊക്കെ. അതൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ എന്തൊരു പക്കയായിട്ടോ എടുത്തു വെച്ചെന്നറിയാം. നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് സത്യമായിട്ട്. ഞാൻ ഒരു താല്പര്യമില്ലാണ്ടിരുന്ന് കണ്ടത്. അതായത് ഇതൊക്കെ എന്തിനാണ് ഇറക്കണേ എന്നൊരു ഭാവത്തിൽ തന്നെ കാണണം. പക്ഷെ ഇത് കണ്ടപ്പോഴാണ് സമാധാനമായത്. ഉള്ള കാര്യം പറയാമല്ലോ, ഇത്ര വരെ കണ്ടതിൽ കണ്ട വെച്ച് നിർത്തി